മക്കളെ ബാ ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു ബോഡി നിങ്ങൾക്ക് തന്നു ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ തന്നു. ഓക്കെ, ആ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ക്വസ്റ്റ്യൻ എങ്ങനെയെങ്കിലുമൊക്കെ തന്നു, കുഴപ്പമില്ല. അപ്പം എങ്ങനെ കിട്ടുമെങ്കിൽ ആലോചിച്ചാണ്ട് ഒരു ഗ്രാഫ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യനോട് ചോദിച്ചത് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് എ ബി. അപ്പോൾ എന്താണ് വെയിറ്റ് ഗ്രാഫിൽ എ ബി എങ്ങനെ പോയി ഒന്ന് പറഞ്ഞു. എ ബി എങ്ങനെ പോകണതെന്ന് പറഞ്ഞു. എ ബി ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടില്ല. എ ബി എന്ന ലൈൻ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടല്ല പോണത്. അതുകൊണ്ട് ഈ എ ബി എന്താണ്, എ ബി എന്ന ലൈനിൻ്റെ നേച്ചർ എന്താണ്, കോൺസ്റ്റൻ്റ് വെലോസിറ്റി. അപ്പോൾ ബി ക്വസ്റ്റ്യൻ കൊണ്ട് ചോദിച്ചാൽ വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് സ്ലോപ്പ് എ ബി. ഈ എ ബി എന്ന സ്ലോപ്പിൻ്റെ ആക്സിലറേഷൻ എത്ര? കാരണം ഈ എ ബി എന്താ മക്കളെ, കോൺസ്റ്റൻ്റ് വെലോസിറ്റി അല്ലേ. അങ്ങനെയെങ്കിൽ അതിന് ആക്സിലറേഷൻ ഉണ്ടോ? ആക്സിലറേഷൻ എത്ര? സീറോ. ആക്സിലറേഷൻ എത്ര? സീറോ. കോൺസ്റ്റൻ്റ് വെലോസിറ്റി അല്ലേ. കോൺസ്റ്റൻ്റ് വെലോസിറ്റി ആക്സിലറേഷൻ ഉണ്ടാവുമോ? ഇല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് മക്കളെ. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ കൊണ്ട് ചോദിച്ചത് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ബി. എ ബി എന്ന പോയിൻറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു. ഓക്കെ, മക്കൾ ശ്രദ്ധിക്കണം, എന്താ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആർക്ക് ഈക്വലാണ്? ആക്സിലറേഷൻ ഈക്വലാണ്. ഓക്കെ, ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ആർക്ക് ഈക്വലാണ്? ഡിസ്പ്ലേസ്മെൻറ്റിന് ഈക്വൽ അല്ലേ. അപ്പോൾ മക്കളെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ എ ബി. അപ്പോൾ എ ബി എന്ന പോയിൻ്റ് നോക്കി, എ ബി എന്ന പോയിൻ്റ് ഏരിയ ഞാൻ ആരൊക്കെയാണ്? എ ബിൻ്റെ അടിയിലുള്ള ഏരിയ ഒക്കെ മാർക്ക് ചെയ്തോ. എ ബി എന്ന പോയിൻറ്റിൻ്റെ ഏരിയ നമുക്ക് എന്ത് തരും? ഡിസ്പ്ലേസ്മെൻറ്റ് തരും. അപ്പോൾ എ ബി എന്ന പോയിൻറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ല അപ്പോൾ കാണാം. അപ്പോൾ നമ്മൾ എന്താ ഏരിയ മാർക്ക് ചെയ്യും കേട്ടോ. ഏരിയ മാർക്ക് ചെയ്യണം. എ ബി ഇവിടെ മാത്രമല്ലേ. ഓക്കെ, അപ്പോൾ ഈ സ്ക്വയർ ആണ് എന്ത്? എ ബി. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടെത്തിയാൽ മതി. സ്ക്വയറിൻ്റെ ഏരിയ നിങ്ങൾക്ക് കണ്ടെത്താൻ അറിയില്ല, കണ്ടെത്തിക്കോളി. ഏരിയ കണ്ടെത്തിയാൽ എന്താ? ബേസ് ഇവിടെ ആരാണ്? 4 മൈനസ് 2 എത്ര? സോറി 4 മൈനസ് 1 കേട്ടോ. 4 മൈനസ് 1 എത്ര ഇവിടെ? കാരണം 4 ഇവിടെ ആരാണ്? 1. അപ്പോൾ 4 മൈനസ് 1 എത്ര? 3. ഈ ഒരു സൈഡ് എത്രയാണ്? ഇവിടെ ആരാ? 0. ഓക്കെ, ഇവിടെ ആരാ? 0. വൈ ആക്സിസ് ഓക്കെ, എക്സ് ആക്സിസിൽ ഓക്കെ. എക്സ് ആക്സിസിൽ ഈ പോയിൻ്റ് പറഞ്ഞാൽ ഓക്കെ, ഈ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുക ഈ ഒരു പോയിൻ്റ് ഒക്കെ 1. ഈ ഒരു പോയിൻ്റോടെ അതിൻ്റെ എൻ്റെ പോയിൻ്റോടെ 4. അപ്പോൾ 4 മൈനസ് 1 എത്ര? 3. ഓക്കെ, ഇനി വൈ ആക്സിസ് നോക്ക്. വൈ ആക്സിസിൽ നമ്മൾ ഇനി എക്സ് ആക്സിസ് നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. വൈ ആക്സിസിൽ നോക്കേണ്ടത്. വൈ ആക്സിസ് ഫസ്റ്റ് അവസാനം മുട്ടുന്ന പോയിൻ്റ് എവിടെയാണ്? ഇവിടെ അല്ലേ? 14 അല്ലേ? 14ലാണ് അത് ഏറ്റവും അവസാന പോയിൻ്റ്. തുടക്ക പോയിൻ്റ് എവിടെയാണ്? 0. കണ്ടില്ലേ? 0യിലാണ് വൈ ആക്സിസ് ആദ്യം ടച്ച് ചെയ്യുന്നത്. പിന്നെ 0 മൈനസ് 14. അപ്പം അത് ചെയ്താൽ നമുക്ക് 14 കിട്ടും. അപ്പം സൈഡ് ഇൻറ്റു സൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഓക്കെ അല്ലേ? ഇത് 3, ഇത് എത്രയാണ്? 40. അപ്പോൾ 40 ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് 60 എന്ന് കിട്ടും. സോറി 40 ഇൻറ്റു 3 120 ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പം ഞങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ബി സി. അപ്പോൾ ബി സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങളോട് കാണാൻ വേണ്ടി ചോദിച്ചു. എന്ത്? ബി സിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ വേണ്ടി ചോദിച്ചു. എന്താ ചോദിച്ചത്? ബി സിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ ബി സിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണണ്ട. അപ്പോൾ ബി സിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കാണാം? ബി സിൻ്റെ അവിടുത്തെ ഏരിയ കണ്ടെത്തിയാൽ മതി. ഞാൻ ഏരിയ മാർക്ക് ചെയ്തിട്ട് ബി സിൻ്റെ അവിടുത്തെ ഏരിയ. ഓക്കെ, ബി സിൻ്റെ അവിടുത്തെ ഏരിയ ആരാണ്? ഒരു മട്ടത്രികോണാണ്, റൈറ്റ് ട്രയാങ്കിളാണ്. അപ്പോൾ ബി സിൻ്റെ അവിടുത്തെ ഏരിയ നമുക്ക് എന്ത് തരും? ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ബി സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ഇവിടെ ബേസ് എത്ര? 4 മൈനസ് 5. ഇവിടെ ഇതിൻ്റെ പോയിൻ്റ് എവിടെയാണ്? 4. ഇതിൻ്റെ പോയിൻ്റ് എവിടെ? 5. അപ്പോൾ എക്സ് ആക്സിസ് തുടക്ക പോയിൻ്റ് എവിടെയാണ്? 4ലും 5ലും. അപ്പോൾ എത്ര? 4 മൈനസ് 5 എത്ര? 1 ഇൻറ്റു ഹാഫ് ഇൻറ്റു കേട്ടോ. ഇത് ഹാഫ് ഇൻറ്റു 1/2 ഇൻറ്റു 1 ഇൻറ്റു ഹൈറ്റ് എത്ര? നോക്ക്, ഹൈറ്റ് നോക്കുക. ഇത് ഹൈറ്റ് എവിടെയാണ്? 0യിൽ. ഇതിൻ്റെ ഹൈറ്റ് എവിടെയാണ്? മനസ്സിലായോ? കത്തിയോ സാധനം ഇങ്ങോട്ട് നോക്ക്. ഇതിൻ്റെ ഹൈറ്റ്, ഇതിൻ്റെ പോയിൻ്റ് നോക്ക്. ഇതിൻ്റെ ഹൈറ്റ് നോക്ക്. വൈ ആക്സിസ് സാധനം നോക്കട്ടെ. നമ്മൾ വൈ ആക്സിസ് മക്കളെ നോക്കണം. ഇങ്ങോട്ട് നോക്ക്. ഈ ഒരു പോയിൻ്റ് നോക്ക്. ഈ ഒരു പോയിൻ്റോടെ 0യിൽ. ഈ ഒരു പോയിൻറ്റിൻ്റെ അവസാന എൻഡ് പോയിൻ്റോടെ ഹൈറ്റ് ഇതല്ലേ? ഹൈറ്റ് ഇതാണോ? അല്ലല്ലോ. ഹൈറ്റ് ഈ ഒരു പോയിൻ്റ് അല്ലേ ഹൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഹൈറ്റോട് നിന്ന് തുടങ്ങുന്നത്. ഈ ഒരു പോയിൻറ്റിൻ്റെ വെലോസിറ്റി എത്ര? 0. ഈ ഒരു പോയിൻറ്റിൻ്റെ വെലോസിറ്റി എത്ര? 40. അപ്പം 40 മൈനസ് 0 എത്ര? 40. അപ്പോൾ ഇവിടെ ഹൈറ്റ് എത്ര നമുക്ക് ഇവിടെ കിട്ടും? 40 കിട്ടും കേട്ടോ. അപ്പോൾ ഹൈറ്റ് ഇവിടെ എത്ര നമ്മൾ എഴുതണം? 40. അങ്ങനെ കിട്ടുമെങ്കിൽ മനസ്സിലായോ? ഈ 0 ഇവിടെ തുടക്കം കൊടുക്കുന്നതാണ് 0, എൻഡ് പോയിൻ്റ് ഇവിടെ 40. അപ്പോൾ 40 മൈനസ് 0 എത്ര? 40.
ഈ 40 കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 20 കിട്ടും. അപ്പോൾ എത്ര? ബി സിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര മക്കളെ? 20 മീറ്റർ. ഓക്കെ അല്ലേ? മനസ്സിലായോ? ക്ലിയർ ആയോ നോക്കുന്നു? എന്നിട്ട് നോക്കിയിട്ട് ഒന്നുകൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പറയണം. കാരണം ഞാൻ പറഞ്ഞു തരണം. ഓക്കെ അല്ലേ?